ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് വെഡിങ്. മനുഷ്യരെ തല്ലിക്കൊല്ലുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ ഉറഞ്ഞുതുള്ളുന്ന സംഘപരിവാറിന്റെ ഭീകരവാദ വംശീയ രാഷ്ട്രീയത്തിനെതിരെ ഇന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ക്രൈസ്തവ സമൂഹത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് നെടുമുണ്ടക്കുന്ന് ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ക്രിസ്തുമസ് എന്ന പരിപാടി സംഘടിപ്പിച്ചു. നെടുമുണ്ടക്കുന്ന് ഡിവിഷൻ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജരീർ ബാബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് സൈഫു യനാന്തി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റും ഈ പരിപാടിയുടെ അധ്യക്ഷനുമായ ജറീർ ബാബു, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട മാനു അടക്കമുള്ള ഈ വാർഡിലെ പ്രിയപ്പെട്ട കൌൺസിലർ അടക്കമുള്ള കോൺഗ്രസിന്റെ UDFന്റെ നേതാക്കന്മാരെ, രാജ്യത്ത് ക്രിസ്മസ് പോലും ആഘോഷിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ സംഘപരിവാറിന്റെ ഭരണകൂടവും ക്രൂരമായി ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് 2025 ഈ ക്രിസ്മസ് ദിനത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഈ ക്രിസ്മസിനോട് ഐക്യപ്പെടുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ക്രിസ്തുദേവന്റെ ജന്മദിനമാണെന്ന്. ശബ്ദമില്ലാത്തവന് ശബ്ദമാവാൻ, അധ്വാനിക്കുന്നവന്റെയും അതുപോലെ തന്നെ പാവപ്പെട്ടവന്റെയും ഒക്കെ അത്താണിയായി മാറിയ ഈ ലോകത്തിന് തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യർ വിശ്വസിക്കുന്ന, ആശ്രയിക്കുന്ന ഒരു മതവിഭാഗത്തിന്റെ അവരുടെ ഒരു ആഘോഷത്തെ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ അല്ലെങ്കിൽ ആഘോഷിക്കാൻ അത് അനുവദിക്കപ്പെടുകയില്ല എന്ന സംഘപരിവാറിന്റെ തീവ്ര ഹിന്ദുത്വ നിലപാടിനെതിരെയാണ് ഈ പ്രതിഷേധം. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇവര് നടത്തുന്ന ഈ തോന്നിവാസങ്ങൾ നിരന്തരം കാണുകയാണ്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഒഡീഷയില് പാവപ്പെട്ട മനുഷ്യര് വഴിയോരങ്ങളിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട നമ്മൾ ഉൾപ്പെടെ ധരിച്ചിട്ടുള്ള ഈ തൊപ്പിയും ക്രിസ്മസ് വസ്ത്രങ്ങളും തെരുവോരങ്ങളിൽ വിൽക്കുന്ന ഏറ്റവും പാവപ്പെട്ട മനുഷ്യനെ പോലും ആക്രമിക്കാൻ സംഘപരിവാറുകാരൻ തയ്യാറാവുകയാണ്. ഒരു പള്ളിയിൽ കയറി ചെന്നിട്ട് ക്രിസ്മസിന്റെ ഭാഗമായി നടക്കുന്ന ഒരു കുർബാനയില്, ഒരു പരിപാടിയിൽ പള്ളിയിൽ കയറി ചെന്നിട്ട് ക്രിസ്തുവിന്റെ ജനനത്തെ ചോദ്യം ചെയ്യുന്ന, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഓരോ മനുഷ്യർക്കും അവന്റേതായിട്ടുള്ള വിശ്വാസങ്ങൾ ഉണ്ടാവും. ഇസ്ലാം മതവിശ്വാസമുണ്ട്, ക്രിസ്തു മതവിശ്വാസമുണ്ട്, ഹിന്ദു മതവിശ്വാസമുണ്ട്. ഹിന്ദു മതത്തിൽ തന്നെ വിവിധങ്ങളായ ദൈവങ്ങളെ വിശ്വസിക്കുന്ന മനുഷ്യരുണ്ട്. ആ ദൈവങ്ങളുടെയൊക്കെ ജനനത്തെക്കുറിച്ച്, അതല്ലെങ്കിൽ അവരീ നാട്ടിൽ അവരുടെ വിശ്വാസങ്ങളെയൊക്കെ പരസ്യമായി ഒരു പള്ളിയിൽ ചെന്ന്, അതല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ ചെന്ന്, അതല്ലെങ്കിൽ ഒരു മസ്ജിദിൽ ചെന്ന് സംഘപരിവാറുകാരൻ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഈ രാജ്യം എത്രത്തോളം വർഗീയമായി, എത്രത്തോളം വിദ്വേഷം പരത്തുന്ന രൂപത്തിലാണ് സംഘപരിവാറും അതിന്റെ പോഷക സംഘടനകളും ഇത് കൈകാര്യം ചെയ്യുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ക്രൈസ്തവരും മുസ്ലിങ്ങളും ദളിതരും അടങ്ങുന്ന ന്യൂനപക്ഷങ്ങൾ BJP ഭരിക്കുന്ന ഇന്ത്യയിൽ സംഘപരിവാറിനാൽ ആക്രമിക്കപ്പെടുകയാണെന്നും എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു നൽകുന്നുണ്ടെന്നും ആ അവകാശങ്ങൾ ഈ രാജ്യത്ത് സംരക്ഷിക്കപ്പെടണമെന്നും അത്തരം അവകാശങ്ങൾക്കെതിരെ ഉയർന്നുവരുന്ന വർഗീയ ശബ്ദങ്ങൾക്കെതിരെ ഇതുപോലെയുള്ള ഐക്യ കൂട്ടായ്മകൾ ഉണ്ടാവണമെന്നും ഉദ്ഘാടക പ്രാസംഗികൻ സൈഫു യനാന്തി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി റമീസ് സ്വാഗതം പറഞ്ഞു. കൌൺസിലർ പ്രഭ ടീച്ചർ, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി മൂർഖൻ മാനു, ഷിബിൽ റഹ്മാൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. നാസർ നെടുമുണ്ടക്കുന്ന് നന്ദിയും പറഞ്ഞു. N4 ന്യൂസ്, നിലമ്പൂർ. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് വെഡിങ്. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ.